യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും ഒരു പുതിയ ദിവസം ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് തുടങ്ങുവാനും ദൈവം അവസരം തന്നതിന് ആ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 46-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. നമ്മൾക്ക് ഈ ലോകത്തിൽ കഷ്ടതയും സഹനങ്ങളും വരുമ്പോൾ ഈ ലോകം നമ്മളെ നോക്കിച്ചിരിക്കും. എന്നാൽ ദൈവവചനം നമ്മളോട് പറയുകയാണ്, നിനക്ക് തുണയായി സർവശക്തനായ ദൈവം എപ്പോഴും ഉണ്ടാവും. നിൻ്റെ കഷ്ടതകളിൽ സന്തോഷിക്കുന്നവനല്ല ദൈവം. അവൻ ആ സമയം നിനക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന, നിനക്ക് തുണയായി നിൽക്കുന്ന, നിൻ്റെ ഒപ്പം നിൽക്കുന്ന, നിൻ്റെ ചങ്കായ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾക്കൊരു വിശ്വാസം വേണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയുമെന്ന് പറയുവാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ആ ദൈവത്തെ മുന്നിൽ നിർത്തി നമുക്ക് യാത്ര തുടരാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.